ഫസ്റ്റ് ടോപ്പിക് ഏതാ? ദ ബ്രോഡ് ഫ്രെയിംവർക്ക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എൻ്റെ ഫുള്ള് പ്രിപ്പയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്ത ആളുകൾക്ക്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സിന് തോന്നി എൻ്റയർ തിങ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു കുഞ്ഞ് ആമുഖത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. അപ്പം നോക്കിയേ, എത്രയോ പേജസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ എൻ്റയർ തിങ്ങിനെ കുറിച്ചൊരു കുഞ്ഞു പേജിനുള്ളിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ചീസാണോ? ഒബിയസ്ലി അല്ല. നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു പാരഗ്രാഫിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒരു പ്രിസ് ചെയ്താൽ പറഞ്ഞാൽ തന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ അതിനകത്ത്. സോ എൻ്റയർ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ചെറിയ ഫേസിലേക്ക് കൊണ്ടുവന്നു. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ. അപ്പം നോക്കിയേ, എന്താവണം ഇന്ത്യ എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയും പേജസിൽ എഴുതി വെച്ചു. എന്നിട്ട് ഇത്രയും കാര്യത്തിനെ വളരെ സമ്മറൈസ്ഡ് ആയിട്ട് പ്രിയാമ്പിളിലും കൊണ്ടിട്ടു. ലാസ്റ്റാണ് പ്രിയാമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ പ്രിയാമ്പിളിൽ 5 വാക്കിൽ ഇന്ത്യ എന്താവും ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ എന്താണ് അവരുടെ വിഷൻ എന്നുള്ളത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഏതാ അത്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇതാണ് ഇന്ത്യ. ഇന്ത്യ എന്താണ്? സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, സെക്യുലർ. ഈ 5 വാക്കുകളിലുണ്ട് ഇന്ത്യ എന്താവണമെന്നുള്ളത്. മമ്മൂട്ടിയുടെ പടത്തിലെ ഡയലോഗ് കേട്ട പോലല്ല. നിങ്ങൾ ഈ പ്രിയാമ്പിൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാകും. ഒന്നും കൂടെ കാണിക്കാം. നിങ്ങളുടെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് സെക്കൻഡ് പേജിലോ മറ്റോ ഈ സംഭവം ഉണ്ട്. നിങ്ങൾ പലതവണ കണ്ടുപോയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ക്ലാസ് ടീച്ചേഴ്സ് വായിച്ചും തന്നിട്ടുണ്ടാകും അല്ലേ? ഈ വേർഡ്സൊക്കെ ഫെമിലിയർ അല്ലേ? നോക്കി, എന്താ പ്രിയാമ്പിളിൽ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യയുടെ പീപ്പിൾസ് ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ. ഞങ്ങൾ ഭയങ്കര പ്രൗഡായിട്ട് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എങ്ങനെയാണ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ആസ് എ സോവറിൻ. സോവറിൻ എന്ന് വെച്ചാൽ എന്താ? പരമാധികാരം. വി ആർ ഇൻഡിപെൻഡൻറ്റ്. ഇനി ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലല്ല, വി ആർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എൻ്റയർ പരമാധികാരം ഞങ്ങൾക്കുള്ളതാണ്. മാത്രമാണോ? അല്ല. സോഷ്യലിസ്റ്റ്. എന്താ സോഷ്യലിസം? നിങ്ങൾക്കറിയാം, സോഷ്യലിസം, ക്യാപിറ്റലിസം, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഇന്ത്യ സോഷ്യലിസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കും സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഫുൾ പവർ അല്ലേ, എൻ്റയർ തിങ് ഗവേൺഡ് ബൈ ഗവൺമെൻറ് അല്ലേ? നിങ്ങൾക്ക് നോർത്ത് കൊറിയയ്ക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കും അവിടെ. പക്ഷേ നമ്മളുടെ സോഷ്യലിസം ഒരു ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് സോഷ്യലിസം തന്നെയാണ്. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് പഠിക്കാം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഉൾപ്പെടെ അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് സോഷ്യലിസം, ഇവരുദ്ദേശിക്കുന്ന സോഷ്യലിസം എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഒരുപാട് ഡീവിയേറ്റഡ് ആണ്. നമ്മൾ ഒരുപാട് പ്രൈവറ്റൈസേഷനിലേക്കൊക്കെ പോയപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സോഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇന്ത്യനെ ഇപ്പോഴും. അടുത്തത് എന്താ? സെക്യുലർ. അതെന്താ? മതേതരമാണ് അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയനെ ബേസ് ചെയ്തിട്ടാണോ ഇന്ത്യ വർക്ക് ചെയ്യുന്നത്? പ്രശ്നങ്ങളുണ്ടാകാം, തർക്കിക്കാനുണ്ടാകാം. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഇന്ത്യ എന്താ? സെക്യുലർ ആണ്. എന്ന് വെച്ചാലോ, ഞങ്ങൾ ഇന്ത്യയിൽ മതമേ ഇല്ല എന്നുള്ള പോളിസിയാണോ ഇന്ത്യയിൽ എടുക്കുന്നത്? അല്ല. എല്ലാ മതങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലേ? ഒരുപാട് മതങ്ങളുണ്ട്, അതിനെല്ലാം ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെക്യുലറിസമാണ്. മറ്റേ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സെക്യുലറിസം എന്ന് പറയുമ്പോൾ മറ്റു പല കൺട്രികളും ചൂസ് ചെയ്തിരിക്കുന്നത് അവർ ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ ക്രിസ്ത്യാനിറ്റി, ജൂസ് ആണെങ്കിൽ അത്, അവരുടെ മതം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിസ്റ്റം ആയിരിക്കും ആ കൺട്രിയിലുള്ളത്. പക്ഷേ ഇന്ത്യ അങ്ങനെയാണോ? അല്ല. ഇന്ത്യയിൽ മൾട്ടിപ്പിൾ റിലീജിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ സെക്യുലറിസം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സർവ്വധർമ്മ സമഭാവന. എല്ലാ മതങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ്, എല്ലാ കസ്റ്റംസിനും ഈക്വൽ ഇമ്പോർട്ടൻസ്. അതാണ് ഇന്ത്യയുടെ സെക്യുലറിസം. ഇനി എന്താ? ഡെമോക്രാറ്റിക്. നമുക്കറിയാം അല്ലേ? നമ്മളെന്താ? ജനാധിപത്യമാണ്. ഇവിടെ ജനങ്ങളാണ് റൂൾ ചെയ്യുന്നത്. ഇനി റിപ്പബ്ലിക്. അതെന്താ? റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം ഡെമോക്രസി എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളുടെ റൂളാണ്. ഡെമോക്രസിയിൽ തന്നെ മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ഡിസൈഡ് ചെയ്താൽ അതെന്തായി? ഡെമോക്രസി ആയി കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇപ്പം നിങ്ങൾ റെഫറൻഡം എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് അമേരിക്കൻ സിസ്റ്റത്തിലേക്ക് ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുമ്പം അവിടെയുള്ള എല്ലാ ആളുകളോടും ചോദിക്കും, എല്ലാ ജനങ്ങളോടും ചോദിക്കും. എന്നിട്ട് അതിൽ 50% എബോവ് ജനങ്ങൾ ഓക്കെ പറഞ്ഞു കഴിയുവാണെങ്കിൽ ആ റെസൊല്യൂഷൻ പാസ്സാകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റെസൊല്യൂഷൻസ്. ഇപ്പോൾ UK യിലാണെങ്കിൽ ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇതുപോലൊരു റെഫറൻഡം ആയിരുന്നു. യു ക്യാൻ റെഫർ. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താണ് ബ്രെക്സിറ്റ് എന്നുള്ള കാര്യം. അപ്പോൾ അത് ഹോംവർക്ക് പോലെ ഇരിക്കട്ടെ കേട്ടോ. സോ അതെന്താ? റെഫറൻഡമാണ്. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മളാണോ ഓരോ ഡിസിഷനും ആ ഒരു ഡിസിഷൻ പാസ്സാവണോ, ആ ഒരു നിയമം പുതുതായിട്ട് കൊണ്ടുവരണോ എന്നുള്ളത് നോട്ട് ചെയ്യുന്നത്? അല്ല. അതെവിടെയാണ് നടക്കുന്നത്? നമ്മുടെ സഭകളിലാണ് നടക്കുന്നത് അല്ലേ? ലോക്സഭ അല്ല സ്റ്റേറ്റിൻ്റെ റോൾ ആണെന്നുണ്ടെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് നടക്കുന്നത്. അവിടെ ആരുടെ മെജോറിറ്റിയാണ് എടുക്കുന്നത്? റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ മെജോറിറ്റിയാണ്. ആരാണ് ഈ റെപ്രസെൻറ്റേറ്റീവ്? നമ്മൾ ഓരോ ഇലക്ഷനും വോട്ട് ചെയ്ത് സഭകളിലേക്ക് പറഞ്ഞു വിടുന്ന
ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരിൽ മെജോറിറ്റി അല്ലേ. ഇപ്പോൾ ലോക്സഭയിലുള്ള ആളുകളെല്ലാം ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. എങ്ങനെ ഇലക്ട് ചെയ്യപ്പെടുന്നത്? ജനങ്ങൾ വോട്ട് ചെയ്ത് ഇലക്ട് ചെയ്യപ്പെടും. സോ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ലോക്സഭയിലുള്ളവർ. സോ പുതുതായിട്ടൊരു നിയമം കൊണ്ടുവരുമ്പോൾ ലോക്സഭയിൽ ആ നിയമം ഇടുന്നു. അതിൽ 50% എബോ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താകുന്നു? ആ നിയമം പാസ്സാവുന്നു. സോ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ അതാ ഉദ്ദേശിക്കുന്നത്. അവിടെ ഡിസിഷൻ എടുക്കുന്ന മെജോറിറ്റി എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ ആണ് നമ്മളെ റൂൾ ചെയ്യുന്നത്. നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മുടെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് നമ്മളെ റൂൾ ചെയ്യുന്നത്. അപ്പോൾ റിപ്പബ്ലിക്. സോ ഇന്ത്യ എന്താണ്? സോവറിൻ ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്, മാത്രമല്ല സോഷ്യലിസവുമാണ്. ഇവിടെ സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അത് ഇച്ചിരി ഡിബേറ്റബിൾ ആണ്. പക്ഷെ പ്രിയാമ്പിളിലും നമ്മുടേതായ വേർഷൻ ഓഫ് സോഷ്യലിസവും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും വൈ സോഷ്യലിസം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് സോഷ്യലിസം ഇൻ ഇന്ത്യ എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? സോ നോക്കിയേ, 5 വാക്കിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ മൊത്തം കൊണ്ടുവന്നില്ലേ? വെറുതെ അല്ല ഇത്ര കട്ടിയുള്ള വാക്കായി പോയതല്ലേ? കുഴപ്പമില്ല. ഇനി അത് മാത്രമാണോ? ഇല്ല, ബാക്കി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണ് ഇന്ത്യ എന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാ? ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺ, എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും താഴോട്ട് പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം. 1, ജസ്റ്റിസ്, ന്യായം വേണം അല്ലേ. സോഷ്യലും എക്കണോമിക്കലും പൊളിറ്റിക്കലുമായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടാവണം. സോഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ? സൊസൈറ്റി റിലേറ്റഡ്. എക്കണോമിക്കൽ എന്ന് പറയുമ്പോഴോ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോഴോ നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന്. ആൻഡ് ഓൾ ടൈപ്പ് ഓഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും കിട്ടണം. എക്കണോമിക് ജസ്റ്റിസ് വേണം, സോഷ്യൽ ജസ്റ്റിസ് വേണം, പൊളിറ്റിക്കൽ ജസ്റ്റിസും കിട്ടണം. അത് മാത്രമാണോ? ലിബർട്ടി, ഫ്രീഡം എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ് അല്ലേ. ലിബർട്ടി ഉണ്ടാവണം. എന്തിനൊക്കെയുള്ള ലിബർട്ടി ഉണ്ടാവണം? തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ് അല്ലെ. എന്ത് വേണമെങ്കിലും വിശ്വസിക്കാനുള്ള ഫ്രീഡം, എന്ത് വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ, സ്പീച്ചിലൂടെ ഒക്കെ പറയാൻ, അവർക്ക് അവരുടെ മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെ. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇതെൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, ഞാൻ വിളിച്ച് പറയും, എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ വി ഡു ഹാവ് ദി ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, വിശ്വാസങ്ങൾ, വർഷിപ്പ്, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, ഇതിനെല്ലാമുള്ള അവകാശമുള്ള ജനമായിരിക്കണം ഇന്ത്യൻ സിറ്റിസൺ. ആ അവകാശം കൊടുക്കണം. അത് മാത്രമാണോ? പിന്നെ എന്ത് കൊടുക്കണം? ഈക്വാലിറ്റി അല്ലെ. എല്ലാവർക്കും ഈക്വാലിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എല്ലാ ഫീൽഡിലും. ജോബിനാണെങ്കിലും ശരി, അല്ല എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, എല്ലായിടത്തും ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ടാവണം, അവസരങ്ങളും എല്ലാവർക്കും ഒരുപോലെ കിട്ടണം. ഈക്വാലിറ്റിയും ഇക്വിറ്റിയും രണ്ട് കോൺസെപ്റ്റുകളാണ്. നമുക്കതിലേക്ക് വരാം. തൽക്കാലം വെച്ചോ. ഇതെന്താ? എല്ലാവർക്കും ഒരുപോലെ കിട്ടണം അല്ലെ, സമത്വം ഉണ്ടാവണം എന്നുള്ളതാണ് ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ടു പ്രൊമോട്ട് അമംഗ് ദംസെൽഫ് ഫ്രെറ്റേണിറ്റി, അഷ്യൂറിംഗ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻ. എന്താ? സാഹോദര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലെ. അങ്ങനെ പറഞ്ഞല്ലേ നമ്മൾ പഠിക്കുക. സോ ഇന്ത്യ എന്താവണം? ഇന്ത്യ സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആവണം. ഏത് രീതിയിലാവണം? ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും ജസ്റ്റിസും ലിബർട്ടിയും ഇക്വാലിറ്റിയും ഫ്രെറ്റേണിറ്റിയും എല്ലാം എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇന്ത്യ ആയിട്ട് ഇന്ത്യ മാറാൻ തുടങ്ങുകയാണ് അല്ലേ. നമുക്കറിയാം, അതിനു മുമ്പ് വരെ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ റൂളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്ത് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്തു. 1950 ആയപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഔട്ട് ആവുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെ കൊടുക്കണം? ഇന്ത്യയിലെ ജനങ്ങൾ രാജാവിൻ്റെയോ കുറച്ച് ആളുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനോ അടിമകളായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് ഫ്രീഡം ഉണ്ടാവണം, ലിബർട്ടി ഉണ്ടാവണം. ഇതെവിടെ പറഞ്ഞു വെച്ചു? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന്. അങ്ങനെ കുറച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ കൊടുത്തു, അവകാശങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തു. അവകാശം കിട്ടിയില്ലെങ്കിലോ ചോദിച്ചു വാങ്ങാനുള്ള കോർട്ട് പോലുള്ള സിസ്റ്റങ്ങൾ കൊണ്ടുവന്നു. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്ലാൻ ചെയ്തതനുസരിച്ചിട്ടാണ് ഇന്ത്യയുടെ സ്വഭാവം മാറി വന്നു. നമുക്കറിയാം, പണ്ട് കിങ്മാരുടെയൊക്കെ റൂളിൽ നിന്ന സമയം, പിന്നെ ബ്രിട്ടീഷുകാരുടെ റൂളിൽ നിന്ന സമയം, അതെല്ലാം മാറി നമ്മളിപ്പം ഒരു ഡെമോക്രാറ്റിക് ആയത് എങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു വിഷൻ അന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ്. 1950 എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി വിഷൻ ചെയ്തത്? ഇന്ത്യ എന്താവണം എന്നാണ് പ്ലാൻ ചെയ്തത്? അതനുസരിച്ചിട്ടുള്ള മാറ്റമാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. സോ ആ ഒരു വിഷനാണ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇൻ ദ 26th ഡേ ആ പറഞ്ഞിരിക്കുന്നത് എന്ന് തൊട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് എന്നുള്ളത്. 26th November 1949. അപ്പോൾ ഇത്രയ്ക്ക് ആവാൻ വേണ്ടി ഹിയർ ബൈ ഞങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അങ്ങ് അഡോപ്റ്റ് ചെയ്യുവാണ്. ആരാ ഇത് പറയുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. സോ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോലും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പം അത് കൊണ്ടുവരാനുള്ള അവകാശം ആർക്കാ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യക്കാണ്. ഇന്ത്യക്ക് ഇപ്പം അങ്ങനെ ആളുകൾക്ക് ഫുൾ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട്, ഇനി ഒരു കിങ് ഇല്ല, ഇനി ഒരു
ക്വീൻ ഇല്ല, ബ്രിട്ടീഷ് ക്വീൻ ഇല്ല, അങ്ങനെ ആരുമില്ല. എൻ്റയർ റൈറ്റ് ഈസ് വിത്ത് പീപ്പിൾ. കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാനുള്ള അവകാശവും പീപ്പിൾ. അങ്ങനെ കൊടുത്ത് നമ്മളുടെ ഇന്ത്യ എന്ത് വരാണ്, ഒരു കംപ്ലീറ്റ് ഫ്രീഡം എന്നുള്ള രീതിയിലേക്ക് വരുന്നൊരു പിക്ചർ അവിടെ വരിക. അപ്പോൾ ആ ഒരു വിഷൻ കാര്യങ്ങളെല്ലാം നോക്കിയേ. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിബർട്ടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കോർട്ട്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് പോലുള്ള കോർട്ട് ഡിവിഷൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? ആളുകൾക്ക് ജസ്റ്റിസ് വേണമെന്ന് ഇവർ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർവേഷൻ പോലുള്ള കാര്യങ്ങൾ, ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ജോബ് ഇന്ന കാറ്റഗറിക്ക് കിട്ടുന്നുള്ള കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് പ്രിയാമ്പിളിൽ തന്നെ ഈക്വാലിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓൾ ഇന്ത്യൻസ് ആയും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയത് എന്തുകൊണ്ടാണ്? ഇവിടെ ഫ്രറ്റേണിറ്റി കിടപ്പുള്ളത് കൊണ്ടാണ്. നോക്കിയാൽ നമ്മുടെ ഇന്ത്യയുടെ സിസ്റ്റത്തിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു സമ്മേഷൻ ഇവിടെ കൊണ്ടുവന്നു, ഈ പറയുന്ന പ്രിയാമ്പിളിൽ കൊണ്ടുവന്നു. സോ പ്രിയാമ്പിൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിയാമ്പിളിൽ കിടക്കുന്ന ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏത് വെച്ച് വേണമെങ്കിലും, അതിൻ്റെ മീനിങ് വെച്ച് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പറ്റും. സോ ആ ഓരോ വേർഡും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവണം. ഇനി ജസ്റ്റ് നേരത്തെ ഒന്ന് പറഞ്ഞു പോയ കാര്യം, ഇക്വാലിറ്റിയും ഇക്വിറ്റിയും തമ്മിൽ പറയുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ഈ ഒരു പിക്ചർ നോക്കി മനസ്സിലാക്കുക എന്നുള്ളത്. എന്താ ഇക്വാലിറ്റി എന്ന് പറയുന്നത്? എല്ലാവർക്കും ഒരേ സാധനം ഒരേ റേറ്റിൽ കൊടുക്കുന്നു. നോക്കി അവിടെ 3 പേര് ഡിഫറെൻറ്റ് ഹൈറ്റ്സിലാണ്, പക്ഷേ എല്ലാവർക്കും അവരുടെ ഹൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആ ഒരു ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ആക്ച്വലി ആ ഹൈറ്റ് ഉള്ള ആൾക്ക് എൻ്റെ ആവശ്യമില്ലായിരുന്നു, ബട്ട് സ്റ്റിൽ പുള്ളിക്ക് കിട്ടി. ഹൈറ്റ് കുറവുള്ള ആൾക്ക് അത് കിട്ടുന്നതുകൊണ്ട് സഫീഷ്യൻ്റ് ആവുന്നില്ല, പക്ഷേ എല്ലാവർക്കും ഒരുപോലെ കിട്ടിയപ്പോൾ പുള്ളിക്കും അതേ കിട്ടിയുള്ളൂ. അതാണ് ഇക്വാലിറ്റി. അപ്പോൾ ഇപ്പുറത്തോ ഇക്വിറ്റി. അവിടെ എന്താ? ആർക്കാണ് വേണ്ടതെന്ന് നോക്കുന്നു, ആ വേണ്ട ആൾക്ക് മാത്രം കൊടുക്കുന്നു. ഇനി ചില പണ്ട് തൊട്ട് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ചില കാറ്റഗറീസ് ഉണ്ടാവുമല്ലോ, നമ്മൾ പറയുന്ന പോലെ SC ST അല്ലെങ്കിലോ പണ്ടുള്ള റിസർവ്ഡ് കാറ്റഗറിയിൽ വരുന്ന ആളുകളില്ലേ, അവർക്ക് പണ്ട് അർഹിക്കുന്ന ഒരു കൺസിഡറേഷൻ കിട്ടിയില്ല. അവരൊന്ന് ബാക്ക്വേർഡ് ആയിട്ട് നിന്നതുകൊണ്ടോ മാറി നിന്നതുകൊണ്ടോ ആയിരിക്കും. സോ അവരെന്ത് ചെയ്യണം? ഇപ്പോഴുള്ള ആളുകളുടെ ഒപ്പത്തിന് വരണം, ഒരു ലെവൽ പ്ലേയിങ് മെക്കാനിസം കൊണ്ടുവരണം. സോ എന്ത് ചെയ്യണം? ഇപ്പോൾ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളും ഇപ്പോൾ റിസർവേഷൻസ് കൊടുത്താൽ മാത്രമേ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആ ക്ലാസ്സുകളിൽ കയറി വരത്തുള്ളൂ. സോ അവർക്ക് കൂടുതൽ കൊടുക്കുന്നു. സോ വേണ്ടവർക്ക് എത്ര വേണം എന്നറിഞ്ഞിട്ട് വേണ്ടാത്തവർക്ക് ഒഴിവാക്കി ആ രീതിയിൽ കൊടുക്കുമ്പോഴാണ് അതെന്താവുന്നത്? ഇക്വിറ്റി ആവുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നും, ശരിക്കും അപ്പോൾ പ്രിയാമ്പിളിൽ ഇക്വാലിറ്റി ആണോ, ഇക്വിറ്റി അല്ലേ വരേണ്ടിയിരുന്നതെന്ന്? പ്രിയാമ്പിളിൽ ഇക്വാലിറ്റി പറയുന്നത് ഓപ്പർച്യൂണിറ്റീസിനാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. പക്ഷേ ഈ റിസർവേഷൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇക്വിറ്റിയും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വഴിയെ പഠിക്കുമ്പോൾ അത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ബ്രോഡ് ഫ്രെയിംവർക്ക് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇത്രയധികം കാര്യങ്ങളാണ് പെടുക. എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു വിഷൻ എന്നുള്ള കാര്യം പ്രിയാമ്പിളിൽ വരും. ജസ്റ്റ് നമ്മൾ ഇൻട്രോ ആയതേ ഉള്ളൂ അല്ലേ, നല്ല ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ എന്തുണ്ട്? ഫണ്ടമെൻ്റൽ റൈറ്റ്, എൻ്റെ മൗലിക അവകാശം. ഞാൻ വർത്താനം പറയും, ഞാൻ എൻ്റെ അഭിപ്രായം പറയും, ഞാനത് എനിക്ക് പറയാനുള്ളത് എവിടെ നിന്ന് വേണമെങ്കിലും ഞാൻ വിളിച്ച് പറയും. ബിക്കോസ് എനിക്ക് എന്തുണ്ട്? അതെൻ്റെ മൗലിക അവകാശമാണ് അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ പോയിരിക്കുമ്പോഴത്തേക്ക് എവിടെ ഇരിക്കാൻ പറ്റില്ല, ഞാൻ എന്നും ഇരിക്കുന്ന സീറ്റാണ്, നീ എഴുന്നേറ്റ് മാറാമെന്ന് എന്ത് പറയും? ഞാൻ ഇന്ത്യക്കാരനാണ്, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, എനിക്ക് ഇവിടെ ഇരിക്കാനുള്ള അവകാശമുണ്ട്, അതെൻ്റെ മൗലിക അവകാശമാണ്, നീ പോയി കേസ് കൊടുക്കുക അല്ലേ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ. സോ അതാണ് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഇന്ത്യൻ സിറ്റിസന് കൊടുത്തിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അത് നമ്മൾ പഠിക്കും. പിന്നെയോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതെന്താ? അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിറ്റീസിനും സംസാരിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള സ്ഥലത്ത് ട്രാവൽ ചെയ്യാനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജീവിക്കാനുള്ള അവകാശം, ഇങ്ങനെ കുറേ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഇതെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ്സാണ്. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നേരെ കോടതിയിൽ പോകാൻ പറ്റും അല്ലേ. സോ ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, അധികാരമല്ല അവകാശമുണ്ട്. അത് കിട്ടിയില്ലെങ്കിലോ ഹി ക്യാൻ ഗോ ടു കോർട്ട്. എനിക്ക് കിട്ടേണ്ട എന്തോ ഒരു സംഭവം കിട്ടുന്നത്, അതുകൊണ്ടാണല്ലോ ബാലവേല നിരോധന നിയമങ്ങളൊക്കെ വന്നത് അല്ലേ. സോ ഹി ക്യാൻ ഗോ ടു കോർട്ട്, അത് ക്ലെയിം ചെയ്യാം. ഇനിയിപ്പോൾ അയാളുടെ പേരൻസ് അത് കൊടുക്കുന്നില്ലെങ്കിൽ ഗവൺമെൻറ് അത് കൊടുക്കും അല്ലേ. അങ്ങനെയല്ലേ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് നമ്മൾ ഈ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം 1950 തന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്കൗട്ട് ചെയ്ത സമയത്ത് ആ കമ്മിറ്റിയിലുള്ളവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ നമുക്കതിനുള്ള ഫണ്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. സോ അന്ന് തന്നെ കൊടുത്തിരുന്നോ ഈ എല്ലാവർക്കും വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് കിട്ടണം 14 വയസ്സ് വരെ എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ അന്ന് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്താൽ അത് പ്രാക്ടിക്കലി അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നോ? പറ്റത്തില്ല അല്ലേ. സോ അന്ന് അതെവിടെയായിട്ടത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, സ്റ്റേറ്റ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുടെ ലിസ്റ്റിൽ ഇതിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട്
അന്ന് അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയില്ല. പിന്നീട് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഫണ്ടും കാര്യങ്ങളും എല്ലാം ഗവൺമെൻറ്റിന് സെറ്റ് ആയപ്പോഴത്തേക്ക് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന് ഈ എഡ്യൂക്കേഷൻ റൈറ്റിനെ എങ്ങോട്ടെടുത്തിട്ടു? ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്ക് ഇട്ടു. അപ്പോൾ ഇനി എന്താ, അത് കിട്ടിയില്ലെങ്കിൽ ആളുകൾക്ക് കോടതിയിൽ പോകാം, ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് വാങ്ങിച്ചെടുക്കാം. സോ നോക്കിയേ, നമ്മൾ ആ പ്രിയാമ്പിളിൽ കണ്ടത് ഇന്ത്യ എന്താവണമെന്നാണ്. സോ ഇന്ത്യ ഇത് പറഞ്ഞ പോലെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ഇതെല്ലാം എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇന്ത്യ ആവണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കുറേയധികം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഞാൻ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനമല്ല, ഗവൺമെൻറ്റിനെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലാംഗ്വേജിൽ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് ഗവൺമെൻറ്റിനെ മൊത്തത്തോടെയാണ്. ഐ മീൻ സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് കുറേയധികം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ജനങ്ങൾക്ക് വേണ്ടി, അല്ലേ? സോ സ്റ്റേറ്റ് ചെയ്തു കൊടുക്കുക, സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടീസ്. നിങ്ങൾക്കറിയാലോ, ഡ്യൂട്ടീസും റൈറ്റ്സും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അല്ലേ? ഒരാളുടെ ഡ്യൂട്ടിയാണ് മറ്റേ റൈറ്റ്, അല്ലേ? ഒരാളുടെ ഡ്യൂട്ടി മറ്റേയാൾക്ക് എപ്പോഴും റൈറ്റ് ആയിരിക്കും. അങ്ങനെയല്ലേ അത് വർക്ക് ചെയ്യുന്നത്? സോ സ്റ്റേറ്റിന് കുറേ ഡ്യൂട്ടീസ് ഉണ്ട് എന്ന് പറയുമ്പോഴോ അത് പബ്ലിക്കിൻ്റെ റൈറ്റ് ആണ്, പബ്ലിക്കിൻ്റെ അവകാശങ്ങളാണ്. അപ്പോൾ സ്റ്റേറ്റ് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുമ്പോൾ അതെല്ലാം കിട്ടാനുള്ള അവകാശമുണ്ട് ആർക്ക്? പബ്ലിക്കിന്. അതിൽ പെടുന്നതാണ് എന്ത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതുപോലെ സ്റ്റേറ്റിനോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെ എഡ്യൂക്കേഷൻ കൊടുക്കണം, അതുപോലെ പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരണം, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സോ ഈ DPSPയിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്താ? അതൊരു ലിസ്റ്റാണ്. പക്ഷേ ആ ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി കൊടുത്ത് ആളുകൾ കേസ് കൊടുക്കാൻ പോയാൽ സ്റ്റേറ്റിന് അതിനുള്ള പൈസ ഇപ്പോൾ ഉണ്ടാവില്ല. ഇപ്പോൾ UCC നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ? യൂണിവേഴ്സൽ സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ള കാര്യം എവിടെ പറഞ്ഞിട്ടുണ്ട്? DPSPയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ കൊണ്ടുവരാനുള്ള സമയമായോ? കൊണ്ടുവരാനുള്ള ആലോചനകളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ കുറേ ഡിബേറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്, അല്ലേ? സോ ഈ പറയുന്ന യൂണിവേഴ്സൽ സിവിൽ കോഡ് പോലുള്ള കാര്യങ്ങൾ DPSPയിൽ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരണം. എപ്പോൾ കൊണ്ടുവരണം? എന്നാണോ സ്റ്റേറ്റിന് അത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അന്നേരം അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് മാറിക്കോട്ടെ, അന്നേരം അതൊരു റൂളായിട്ട് മാറിക്കോട്ടെ. സോ സ്റ്റേറ്റ് ഫ്യൂച്ചറിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്, DPSPയിൽ കിടക്കുന്നത്. സ്റ്റേറ്റ് നിർബന്ധമായും ഇപ്പൊ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാകും? ഫണ്ടമെന്റൽ റൈറ്റ്സിലുണ്ട്. അപ്പോൾ സിറ്റിസൺസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ. അത് സ്റ്റേറ്റ് ചെയ്തില്ലെങ്കിൽ ആളുകൾക്ക് കോടതിയിൽ പോയി സ്റ്റേറ്റിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ DPSPയിൽ കിടക്കുന്ന കാര്യങ്ങളോ സ്റ്റേറ്റ് ചെയ്യണം, സ്റ്റേറ്റിന് പറ്റുമെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യേണ്ട. അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ആളുകൾക്ക് കോടതിയിൽ പോയി സ്റ്റേറ്റിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായാൽ മതി. DPSP ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ലിസ്റ്റ് നമ്മൾ പഠിക്കും. അപ്പോൾ അതിൽ ഇച്ചിരിയും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ അല്ലേ? പിന്നെന്താ പറയുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അങ്ങനെ റൈറ്റ്സ് മാത്രം പോരല്ലോ, അല്ലേ? റൈറ്റ്സ് കിട്ടുന്ന കൂട്ടത്തിൽ എന്ത് വരും? ഓൾവേസ് റൈറ്റ്സ് കം വിത്ത് ലിറ്റിൽ ഡ്യൂട്ടീസും കൂടെ വരും, അല്ലേ? സോ ഇന്ത്യൻ സിറ്റിസൺസിന് അവകാശങ്ങൾ മാത്രമല്ല, കുറച്ച് ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. എന്തൊക്കെ പെടും? നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ഇന്ത്യ എന്നുള്ളൊരു സ്പിരിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡ്യൂട്ടീസും ഇന്ത്യൻ സിറ്റിസൺസിന് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് നമ്മൾ അറിയണം. അത് പിന്നീട് ആഡ് ചെയ്തൊരു കാര്യമാണ്. ബട്ട് എന്താണ് ലിസ്റ്റ് നമ്മൾ അറിഞ്ഞു വെക്കണം. അടുത്ത എന്താ? സിറ്റിസൺഷിപ്പ്. നമുക്കറിയാം നോർത്ത് ഈസ്റ്റിലൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ്, അല്ലേ, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ സിറ്റിസൺ ആരാണിത്? ഇന്ത്യൻ സിറ്റിസൺ ആവാൻ എന്തൊക്കെ ക്രൈറ്റീരിയാസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം? നമ്മളുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും വെളിയിലുള്ള വ്യക്തികളാണെങ്കിൽ, അവർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അവർ ഇന്ത്യയിലാണ് നമ്മൾ ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റിസൺ ആകുമോ? നമുക്കറിയാം ഇന്ത്യയിൽ നിന്നൊക്കെ വെളിയിൽ പോയിട്ട് അവിടെ ജനിക്കുന്ന കുട്ടികൾ, നമുക്കറിയാം UK അയർലൻഡ് സിറ്റിസൺ ആണ് എന്നൊക്കെ നമ്മൾ പറയല്ലേ, ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണോ എന്നൊക്കെ പറയും. പക്ഷെ അവൻ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആവുന്ന കൂടെ സിൻസ് പേരൻസ് ഇന്ത്യക്കാരാകുമ്പോൾ അവൻ ഇന്ത്യൻ സിറ്റിസണും ആകുമോ എന്ന് വെച്ചാൽ ഡബിൾ സിറ്റിസൺഷിപ്പ് അത് പറ്റുമോ? ഇല്ല, നമ്മുടെ ഇന്ത്യയിൽ പറ്റില്ല. ഇന്ത്യയിൽ ഒരൊറ്റ സിറ്റിസൺഷിപ്പേ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിക്കോ, വേറെ എവിടെയെങ്കിലും സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയിൽ സിറ്റിസൺ ആവില്ല. ഡബിൾ സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ അലൗഡ് അല്ല, ചില കൺട്രീസിൽ അത് അലൗഡ് ആണ്. സോ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ അതിൽ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? പാർലമെന്റ്. നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് പാർലമെന്റ്. എന്താണ് പാർലമെന്ററി സിസ്റ്റം? പാർലമെന്ററി സിസ്റ്റം നോക്കുമ്പോൾ നമുക്കറിയാം സഭകളുണ്ട്, അതിനുള്ളിൽ ഡിവിഷൻസ് ഉണ്ട്, ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, വോട്ടിംഗ് ഉണ്ട്, ഓരോ ബില്ലുകളും പാസ്സായി വരുന്ന രീതികളുണ്ട്, അല്ല, ഈ വക കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കവർ ചെയ്യും. പിന്നെന്താ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, എക്സിക്യൂട്ടീവ്സിൻ്റെ വർക്ക് ചെയ്യുന്ന ആളുകൾ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ, ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ആ ഇൻട്രോ പാർട്ടിൽ പറഞ്ഞത് തന്നെയാണ്, 3 ആയിട്ടാണ് ഇന്ത്യൻ സിസ്റ്റം, അല്ലെ, 3 ഹാൻഡ്സ് ആണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നെന്താ? ലെജിസ്ലേറ്റീവ്സ്, ലോസ് ഉണ്ടാക്കുന്നവർ, ലെജിസ്ലേറ്റീവ്സ്. ഇനി ഇത് ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? അല്ല, അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യണം, ജുഡീഷ്യറി. ഇങ്ങനെ 3 വിങ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഈ 3 വിങ്ങിൽ ലെജിസ്ലേറ്റീവ് സൈഡിൽ എന്തുണ്ട്? ലോക്സഭയുണ്ട്,
രാജ്യസഭയുണ്ട്, അതിൻ്റെ അണ്ടറിൽ ഡിപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട് അല്ലേ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോഴോ പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്ത് വരുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും അല്ലേ, അവരുടെ അണ്ടറിലാണ് എക്സിക്യൂട്ടീവ്, പോലീസ്, സിവിൽ സർവൻസ് ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവുക. അവരാണ് ഈ നിയമങ്ങളെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതും മോണിറ്റർ ചെയ്യുന്നതും കാര്യങ്ങൾ നടത്തുന്നതും. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ലോവർ കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്സുകൾ തുടങ്ങിയുള്ള ലോവർ കോർട്സുകൾ ഈ കാറ്റഗറിയിലേക്ക് ഈ കേസുകൾ പോകുന്നത്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ആ ഫസ്റ്റ് ഫേസിൽ അത് കണ്ടു അറിയാമെന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. സോ നോക്കി, നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ലെജിസ്ലേറ്റീവ്സിൻ്റെ വിങ് ആയിട്ട് പഠിക്കും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആ കാറ്റഗറി എന്താ, ആരൊക്കെയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ വരിക, എന്താണ് അവരുടെ പവർ, ഡ്യൂട്ടീസ്, ആരാണത് ഹെഡ് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങൾ കാണിക്കും. പിന്നെന്താ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലെജിസ്ലേച്ചർ ഇൻ സ്റ്റേറ്റ്സ്, ഇത് നമ്മൾ സെൻട്രലിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ സ്റ്റേറ്റിലും ഇതുപോലെ തന്നെ ഡിവിഷൻ ഉണ്ട് അല്ലേ, ഹൈക്കോർട്ട് ഉണ്ട് സ്റ്റേറ്റിൽ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്സും ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്, ലെജിസ്ലേറ്റീവ്സും ഉണ്ട്. ഇവിടെ വരുമ്പോൾ അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോൾ ലെജിസ്ലേറ്റീവ്സ് ആരൊക്കെയാണ് വരിക, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എല്ലാ സ്റ്റേറ്റിനും നിർബന്ധമില്ല, കേരളത്തിലില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ലെജിസ്ലേച്ചേഴ്സ് ഇൻ സ്റ്റേറ്റ് അത് നമുക്ക് നോക്കണം. ഇനി സെൻട്രലിൽ പ്രസിഡന്റ് ആണെങ്കിലോ സ്റ്റേറ്റിൽ ആരാ ഉള്ളത്, ഗവർണർ ഉണ്ട്. അപ്പോൾ ഗവർണറിനെ കുറിച്ച് പഠിക്കണം. ഇനി എന്താ ജുഡീഷ്യറി, നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ലോവർ കോർട്സുകൾ വരുന്ന പോലെ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം. ഇനി എന്താ റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. അപ്പോൾ റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, ഹൈക്കോർട്ടിൻ്റെയും സുപ്രീം കോർട്ടിനും റിട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള ജൂറിസ്ഡിക്ഷൻ, ആ വക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇനി എന്താ മേജർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അല്ലേ, വളരെ പ്ലാൻഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ വളരെ മിനിമൽ നമ്പർ, വെറും 105, ഇത്രയും ചെറിയ നമ്പർ ഓഫ് അമെൻമെൻറ്റ്സ് നടന്ന വേറൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷേ ചെറിയ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും പിന്നെയും ഒരുപാട് തവണ മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ മൊത്തം 105 തവണയെ നമുക്ക് അമെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. അതിൽ പോലും പലതെന്താ ഈ പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, DPSPയിൽ എഡ്യൂക്കേഷൻ DPSPയിലാണ് കിടന്നത്. അപ്പോൾ സ്റ്റേറ്റിന് അത് കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പായപ്പോൾ അത് മാറ്റി ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി. ഇനി ആളുകൾക്ക് എന്ത് ചെയ്യാം, കോടതിയിൽ പോയി വാദിച്ച് അവകാശം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റും. DPSP കിടന്ന് അങ്ങനെ വാദിച്ച് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. സോ അതെന്താ, DPSP കിടക്കുന്ന ഒരു സാധനത്തിനെ ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് മാറ്റണമെങ്കിലോ അമെൻമെൻറ്റ് കൊണ്ടുവരണം അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് മാറ്റം കൊണ്ടുവരണമെങ്കിലും അത് അമെൻമെൻറ്റ് വഴിയാണ് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, നമ്മളൊരു ഇൻകം ടാക്സ്, ഒരു ടാക്സ് റേറ്റ് മാറി, എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക, ഇൻകം ടാക്സ് അമെൻമെൻറ്റ് വരും അല്ലെ, ആ ഒരു ടാക്സ് ലോയ്ക്ക് അമെൻമെൻറ്റ് വരും. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും എഴുതി വെച്ച കാര്യങ്ങൾക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, ലിസ്റ്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരിക, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ആയിട്ടാണ് കൊണ്ടുവരിക. ഇനി വളരെ റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു അമെൻമെൻറ്റ് ആയിരിക്കും SC/ST കാറ്റഗറിയുടെയൊക്കെ റിസർവേഷൻസ്. അതെന്ത് ചെയ്തു, 10 വർഷം കൂടെ ആ റിസർവേഷൻസ് പോട്ടെ, കാരണം അവർ ആ ഒരു ലെവൽ പ്ലേയിങ്ങിലേക്ക്, ആ ഒരു പാറിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് അതെന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അതെങ്ങനെയാണ് പോസിബിൾ ആവുക, അതുപോലെ അമെൻമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻറ്റ് 105 അമെൻമെൻറ്റ് നിങ്ങൾക്ക് പഠിക്കാനില്ല. മേജർ അമെൻമെൻറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നമ്പർ ഓഫ് അമെൻമെൻറ്റ്സ് ഉൾപ്പെടെ നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യും. നോക്കി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇതിന് മുമ്പ് പഠിക്കാൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 10th ലെവൽ വരെ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കാര്യങ്ങളിലൊക്കെ ആയിട്ട് പലയിടത്തായിട്ട് മെൻഷൻ ചെയ്തൊക്കെ പോയിട്ടുണ്ടാകും. ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ നമ്മളുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൻ്റെ ഹിസ്റ്ററീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടും ഉണ്ടാകും. ബട്ട് സ്റ്റിൽ ഒന്നും കൂടെ ഓർത്തെടുക്കാം. ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാത്തവർക്ക്, താല്പര്യം തോന്നാത്തവർക്ക് ഇപ്പം കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ കൂട്ടി പഠിക്കുമ്പോൾ നമുക്ക് താല്പര്യം തോന്നണം. ബിക്കോസ് നമ്മൾ പ്രൊഫഷണൽസ് ആണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം ഫ്രെയിം വർക്ക് ഇൻട്രൊഡക്ഷൻ നോക്കിയിട്ട് നമുക്ക് ഫ്രെയിം വർക്കിലേക്ക് പോകാം.